പക്ഷെ ഒരാണ് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇപ്പം ഞാൻ പറയട്ടെ, ആ ചേട്ടൻ മരിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? ഇപ്പം മരിച്ചതുകൊണ്ട് നീതി കിട്ടി, അയാൾക്കത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അയാൾ വിചാരിച്ചിട്ടുണ്ടാവുക അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പോലീസുകാർ കൊണ്ടു നടക്കും, അത് താങ്ങാനുള്ള ഇപ്പം നമുക്ക് അതിനുള്ള ഒരു മനക്കെട്ടി ഇവിടുന്ന് കിട്ടി. പക്ഷെ എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ലല്ലോ. അതാ ഞാൻ പറയട്ടെ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞാനൊരു കലാകാരനായിട്ട് ജനിച്ചതിൻ്റെ ഭാഗ്യം എനിക്ക് തോന്നുന്നതാണ്. എനിക്കങ്ങനെ ചിന്തിക്കാൻ, ഞാൻ ഏതായാലും ജനിച്ചു, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ജനിച്ചത്, ഞാൻ നിർബന്ധിച്ചുമില്ല ഇവിടെ ജനിപ്പിക്കുന്നത്. അപ്പം മരിക്കുന്ന കാര്യവും നമ്മൾ മുൻകൂട്ടി കാണേണ്ട കാര്യമില്ല. അത് സമയമാകുമ്പം കൃത്യമായിട്ട് നടന്നു പോകും. ഈ ചിന്ത എല്ലാവർക്കും കിട്ടൂല, മനസ്സിലായില്ലേ? ഇപ്പം വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്നൊരു വഴക്കുണ്ടാക്കി, പഴയ കാലത്തെ കഥയാണ് പറയുന്നത്. ഞാൻ കൂട്ടുകാരനും കൂടെ അടി ഉണ്ടാക്കിയിട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ പേടിയാ. അവിടെ എങ്ങാനും അറിയും, വീട്ടിലറിയാം, അച്ഛൻ അറിഞ്ഞ അടിച്ചു പോലും, അമ്മ അറിഞ്ഞ അടിച്ചു പോലും, അന്ന് എന്നെ അറിയട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് പോവും. ഇന്ന് അങ്ങനല്ല. അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നമാവുമോ എന്ന് പറഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പ് തൂങ്ങിച്ചാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടും. ഇത്തരം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനൊരു കള്ളക്കേസ് ഒരു അവരുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, ചെയ്ത ഒരാളെ തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുകയല്ലേ? ചിലർ ഒരു നല്ല അവനത് അവൻ അങ്ങനത്തെ ഒരുത്തനായിരുന്നോ എന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിക്കൂലേ? അത് മോശമായൊരു കാര്യമല്ലേ? ഒരു നിരപരാധിയെ പറ്റി അങ്ങനെ ചിന്തിക്കുക. എന്ത് ചെയ്യാനാ, നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതായിപ്പോയി.